ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് അഗൈൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നും ഒരു യാത്രയുടെ ഭാഗമായിട്ട് പുറത്തേട്ട് പോവുകയാണ്. എന്നും യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണാം. ഇന്ന് ഡേറ്റ് നൈറ്റ് ആണ് ഗൈസ്. ഡേറ്റ് നൈറ്റ് വിത്ത് എൽദോ. ഔലോസുണ്ട നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ട് കൊടുത്താണ്. ആസ് എ സ്റ്റാർട്ടർ നമ്മൾ ഔലോസുണ്ട കൊടുത്തു. പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള ഐറ്റംസ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നതാണ്. യെസ്, ലൈക്ക് ഉണ്ടപ്പൊരയും പഴംപൊരയും സമൂസ, ചായ, കാപ്പിയും. സോ ഗൈസ്, നിങ്ങൾ പറയൂ, ഇന്നത്തെ നമ്മുടെ വ്ലോഗിംഗ് ഡേറ്റ് നൈറ്റ് വിത്ത് എൽദോ. செய்கை ஒவ்வொன்றும் என் காதல் அர்த்தங்கள், நாள்தோறும் நான் சேர்க்கும் ஞாபக சின்னங்கள். എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്, എന്നും. ബട്ട് എന്നും യാത്രയാവാ. ഇന്നത്തെ നമ്മുടെ പ്ലാൻസ്. ഏത് സിനിമ കാണാൻ പോകുന്നത്? നമ്മൾ ആവേശം കാണാൻ പോവുകയാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ ആവേശം കാണാൻ വേണ്ടി പോവുകയാണ്. പടം ഇറങ്ങിയിട്ട് കുറേ നാളായി, പക്ഷേ ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. പിന്നെ പല പല കാരണങ്ങളാൽ പോകാൻ പറ്റിയില്ല. സോ ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു. സോ നമുക്കൊരു ഡേറ്റ് നൈറ്റ് കൂടെ ആവട്ടെ, ഒരു ഡേറ്റ് കൂടെ എന്ത് തേക്കില്ല പോലെ. സോ ഒരു ഡേറ്റും കൂടെ, ഒരു ഡേറ്റ് ആയിട്ട് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ അങ്ങനെ നമ്മൾ അവളെ കൊണ്ട് ഡേറ്റ് നൈറ്റിന് പോവുകയാണ്. ഉണ്ടാവും എന്തോ. സാധാരണ ഞങ്ങൾ ഇങ്ങനെ പോണ യാത്രകൾ പോകുന്ന സമയത്തൊക്കെ അടിച്ച് ബിറിയാറാണ് സാധ്യത. ലൈക്ക് എപ്പോഴും നടക്കാറുള്ളത്. എന്നും മുട്ടനടിയായിട്ട് തിരിച്ചു വരാതെ. ബട്ട് ഇന്ന് അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഇപ്പോൾ പുറത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സോ പെട്രോൾ അടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും യാത്ര തുടങ്ങും. ഇവിടെ ഞങ്ങളുടെ അടുത്ത് മറ്റേ മലയാളം മൂവീസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ടൊറൻറ്റോ വരെ പോകണം. ടൊറൻറ്റോ പോകേണ്ട, സ്കാർഗോ ഏരിയയിലിട്ട് പോകണം. സോ ഇങ്ങനെ ഞങ്ങൾ എപ്പോഴും ചെയ്യണത് ഇങ്ങനെയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകൾ. അതാണ് ഞങ്ങളുടെ മെയിൻ സാധനം. ലൈക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം നേരത്തെ ഇറങ്ങി പോവുക. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഭയങ്കര ചൂടാ. A few moments later. ஏதோ செய்கிறாய், அடடா அடடா அடடா, என் நெஞ்சை கொய்கிறாய். நீயும் நானும் ஒன்றாய் போகும்போது நீளும் பாது இன்னும் வேண்டும் என்று நெஞ்சம் வேங்குதடி. உன் செய்கை ஒவ்வொன்றும் என் காதல் அர்த்தங்கள், நாள்தோறும் நான் சேர்க்கும் ஞாபக சின்னங்கள். ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയാണെന്നോ ഉഷസാം പെൺകിടാവേ. உலகத்துல எவ்வளோ பொண்ணுங்க இருந்தோம், நீ ஏன்டா ஜெஸ்ஸியை லவ் பண்ற? அதை தான் சார் நானும் யோசிச்சுட்டு இருக்கேன். ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിയില്ല, പൂരേതാണെന്നറിയില്ല, ഇവളെ
few moments later. ഇയാള് ഒച്ചപ്പാടുണ്ടാക്കണ കേട്ടിട്ടുണ്ടോ നിങ്ങള്? വഴക്കുണ്ടാക്കുമ്പോ ഇയാളുടെ ബാസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ വായ അടഞ്ഞു ആളാണ് ഈ പറഞ്ഞത്. അതാ പറഞ്ഞ അപ്പൊ നിനക്കുണ്ടോ ഒച്ച? നല്ല പിന്നെ ന്യായീകരണമായിട്ടല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും സംഭവിച്ചു തരില്ല. അതാണ് മെയിൻ. നമ്മുടെ ഭാഗത്ത് 100% ന്യായം ഉണ്ടെങ്കിൽ കൂടി മറ്റേ ആള് സമ്മതിക്കില്ല. നമ്മൾ അവസാനം പറയണം, എന്റെ തെറ്റാണ്, മൈ മിസ്റ്റേക്ക്, ഐ അക്സെപ്റ്റ് ഇറ്റ്. അങ്ങനെ പറയുമ്പോ ഓക്കെ. എന്നിട്ട് വഴക്കൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇത് നീ പറഞ്ഞത് ഈ ഒരു പോയിന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതാ. ഈ പെണ്ണുങ്ങളെല്ലാരും തന്നെ ഡേറ്റിന് പോയിട്ട് ഇവിടെ കിടന്നൊരു അടി ഉണ്ടാവുന്നതാണ് ഇപ്പൊ തോന്നുന്നത്. A few moments later. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തെത്തി. എന്റെ പൊന്നെ ഭയങ്കര ട്രാഫിക് ആണ്, തിരക്ക് ഭയങ്കരമായിട്ട് മടുത്തു, ഭയങ്കര ക്ഷീണം, വണ്ടി ഓടിച്ച് അകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഒക്കെയാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മുടെ DM ചിക്കൻ അല്ലേ? DM ചിക്കൻ നല്ല കടയാ, ഇന്റീരിയർ ഒക്കെ ഭയങ്കര ഭംഗിയാണ് തോന്നുന്നു. കൊറിയൻ കടകളുടെ ഇന്റീരിയർ കൊറിയൻ ഏരിയ, കൊറിയനും ചൈനീസും മാത്രമാണ്. നമ്മുടെ ബബിൾ ടീ കട, ഇവരുടെ നൂഡിൽസ്, സൂപ്പ്, അപ്പുറത്തെ ഹോട്ട് ഡോഗ്, നമ്മുടെ സാധാ ഹോട്ട് ഡോഗ് അല്ല, സ്പെഷ്യൽ തരത്തിലുള്ള ഹോട്ട് ഡോഗ്സും കാര്യങ്ങളും. കിടന്ന ആംബിയൻസ് വരെ. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ 5DM, 7.5DM, 10DM, ലൈക്ക് നമ്മൾ മേളത്തേത് പറഞ്ഞാൽ മതി. നമ്മൾ 2 പേരായതുകൊണ്ട് നമുക്ക് മേളത്ത് പറഞ്ഞത്. പക്ഷേ ലൈക്ക് $70 10DM, ലൈക്ക് 4-5 പേർക്ക് കഴിക്കാനുള്ള. ഈ 5DM പോലും $40 നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. 3-4 പേർക്ക് കഴിക്കാൻ പറ്റും അത്യാവശ്യം. ഞാനൊക്കെ ആണെങ്കിൽ എന്നെപ്പോലത്തെ 3 പേരെ വന്നെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഇവളെ പോലത്തെ ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റും. ഇവളെ പോലത്തെ 5 പേർക്ക് കഴിക്കാൻ പറ്റും ഉറപ്പായിട്ടും. നമ്മൾ പെൺപിള്ളേർ വെറും ലോ മെയിൻ്റെനൻസ്. അങ്ങനെ പറയരുത്. ലോ മെയിൻ്റെനൻസ് എപ്പോഴും ഫുഡ് ഹോട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കാണിക്കണം. കിടിലം മണമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കിടിലം ഫുഡാണ്. അല്ലേ, ഇവിടെ ഞങ്ങൾ ഇപ്പോഴും വരാറുള്ളതുകൊണ്ട് തന്നെ പറഞ്ഞു കിടിലം ഫുഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇത്രയും ഫുഡുണ്ട്, ഇതൊക്കെ ഒന്ന് തിന്ന് തീർത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. A few moments later. എന്താ പറയാനുള്ള, വീട്ടിൽ പോയി കിടന്നുറങ്ങിയാലോ? എനിക്കും അതാണ് ആഗ്രഹം. ക്യാൻസൽ ചെയ്ത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാലോ എന്നാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത്. കാരണം അത്രയും എടുത്തു. പക്ഷെ പടത്തിന് പോകണം, ആവേശം കാണണം. യെസ്, യു ഹാവ് ടു വാച്ച് ആവേശം. എന്നൊക്കെ ഫീൽ ചെയ്യുന്നത് ഇവിടെ തന്നെ. നമ്മൾ പെൺപിള്ളേർ വെറും ലോ മെയിൻ്റെനൻസ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, എന്ത് വെയിലാണിത്, ആഹാ തിളങ്ങി നിൽക്കണം. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ, പൊള്ളി പോണ വെയിലാ. എനിക്ക് പൊള്ളുണ്ട്. സോ ഇങ്ങനെ ചുറ്റിനും കടകളാണ് ഗൈസ്, ചുറ്റിനും അവിടെ ഇവിടെ ഒക്കെ കടകളും ഇതൊക്കെ ആയിട്ടാണ്. നല്ല കിട്ടുന്ന ഏരിയ നിങ്ങൾക്ക് വന്നിരിക്കാനും. പക്ഷെ മൊത്തം ചൈനീസുകാരും ഈ കൊറിയൻകാരും മാത്രം, അവരുടെ മാത്രം ഏരിയ. നല്ല രസമാണ്. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ ഉഷസാ പെൺകിടാവേ നിന്റെ ചിത്രം. ചൈത്രം സ്വപ്നം ചാലിച്ചെഴുതിയതാണെന്നോ
ഉഷസാ പെൺകിടാവേ നിന്റെ ചിത്രം. ഉള്ളൊരു ആഗ്രഹം പറഞ്ഞു ഞാൻ പിന്നെ വേണ്ടെന്ന് പറയുന്നത്. അപ്പം ഞാൻ കൊണ്ടു എവിടെ പറഞ്ഞാലും പൊന്നു പോണോ, വാ നമുക്ക് പോവാം, ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് നാട്ടിൽ പോകാം. റെഡി. തിരിച്ചുകൊണ്ട് കയറാൻ പറ്റാതുള്ളൂ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. പറയൂ, 2 വാക്ക് സംസാരിക്കും. നന്ദി, നമസ്കാരം. ഓ മുകിൽ കിനാവിൻ മിന്നും ഇവളി മണ്ണിലിറങ്ങിയ തൂമിന്നൽ, മഴ തേരേറി വരും മിന്നൽ. ഒരു വിറ്റുണ്ടായി. ഞാൻ നമ്മൾ ക്യാമറ കൊണ്ടൊക്കെ വന്നിട്ട് ബ്ലോഗ് ചെയ്യുകയാണെന്നുള്ള ഇതിൻ്റെ അകത്ത്. അപ്പോൾ പുള്ളിക്കാരി, അതായത് ടിക്കറ്റ് പുള്ളിക്കാരി എൻ്റെ അടുത്ത്, അതായത് ക്യാമറ കൊണ്ടാണ് അകത്ത് കയറാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അത് പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, പടത്തിൽ ഷൂട്ട് ചെയ്യില്ല. നീ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാ പെർമിഷൻ എടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ, അതായത് എൻ്റെ അവളുടെ വീഡിയോ, അതായത് വ്ലോഗ് ചെയ്യണതിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ പെർമിഷൻ മേടിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചു, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നതിന് ഷൂട്ട് ചെയ്യണതിന് പെർമിഷൻ മേടിക്കണമെന്ന് വെച്ചു. അത് വേണ്ടാന്ന്. അപ്പോൾ അതിനർത്ഥം നമുക്ക് അകത്ത് കയറിയിട്ട് നമ്മുടെ സിനിമയുടെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, പക്ഷെ പെർമിഷൻ എടുത്തിട്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഭയങ്കര വീടായിട്ട് തോന്നി. എന്തായാലും പടം കണ്ടിട്ട് തിയേറ്ററിലോട്ട് കയറുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാട്ടാം. ബാക്കി പിന്നെ പടം കണ്ടിട്ടുള്ള വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം. തിയേറ്ററിലോട്ട് കയറിയിട്ട് അതാണ് അതും സത്യമാണ്. സോ ഞങ്ങൾ സംസാരിക്കുന്നില്ല, പടം തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗെയിംസ് കാട്ടാം. A few moments later. വൈബ്സിനൊക്കെ ഓരോ ക്രിയേറ്റ് ചെയ്തിരിക്കണത് എന്നെ കിട്ടും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോലെ ഹാഫ് ടൈം വരെ അടിച്ച് പൊളിച്ച് പൊളി വെയിറ്റ് ഫോർ സെക്കൻഡ് ഹാഫ്. സോ ഗൈസ് അങ്ങനെ നമ്മളവിടെ ഓക്കെ ഗൈസ് അങ്ങനെ പടം കണ്ടിറങ്ങി. എൻ്റെ മോനെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൈക്കോ പടങ്ങൾ എടുക്കണേ, അതിനെല്ലാം പടത്തിൽ വെച്ചിട്ട് സൈക്കോ ഇമോഷണൽ സൈക്കോയാ ഇത് എല്ലാത്തിലും. ശരിക്കും രംഗണ്ണനോട് സഹതാപം തോന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പാവം തോന്നും പുള്ളി, പാവം. പക്ഷേ സ്റ്റിൽ അമ്പേ അടിപൊളി പടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിബി ആണെന്ന് മെയിൻ. ഹിപ്സ്റ്ററും കിടുവായിട്ട് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹിപ്സ്റ്റർ. ഞാൻ ഹിപ്സ്റ്റർ ഇമാതിരി അഭിനയിക്കുന്നത് കണ്ടല്ലോ, നമ്മൾ യൂട്യൂബിൽ കാണാനല്ലാണ്ട് ഹിപ്സ്റ്ററിനെ ഇമാതിരി ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണണല്ലോ. എനിക്ക് തുടക്കം തൊട്ട് ഇഷ്ടമായി. ലൈക്ക് അവരുടെ ഇത് കാട്ടി തൊട്ട് നല്ല കഥ പോളൂ. മൊത്തത്തില് പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. കാണാത്തവർ ഇപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഓൾറെഡി, പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ. എനിക്ക് ദോഷം കൂടെ വരുന്നുണ്ട് തിയേറ്ററിൽ തന്നെ എടുത്ത് ഭയങ്കര രസമാണ്. സ്റ്റോറി അറിയാമെങ്കിൽ പോലും ഭയങ്കര അഭിനയം. നമ്മള് പ്രതീക്ഷിക്കില്ല, ശരിക്കും നമ്മള് തള്ളി മറിക്കാണ് എന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കും. എല്ലാം തള്ളി മറിക്കാം, കഥ പറയണ്ട, പക്ഷെ എല്ലാം തള്ളി മറിക്കാന്ന് ഉദ്ദേശിക്കും. പക്ഷെ സംഭവം പടം പൊളി ഒന്നും പറയാ. പടം കണ്ടിറങ്ങി അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ബട്ട് സ്റ്റിൽ എല്ലാരും കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി ഉറപ്പായിട്ടും മസ്റ്റ് വാച്ച് മൂവിയാണ് ആവേശം. ഭയങ്കര ഇഷ്ടം. അതന്നെ ആ പേര് പോലെ നീതി പുലർത്തിയൊരു പടമാണ്. ഭയങ്കര ആവേശത്തിൽ ഇറങ്ങി വന്നത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ലൈക് പാപ്പ തിരിച്ചു പോണത് എല്ലാ വഴക്കിലും പാപ്പ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവരുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും റിയാക്ഷനും എല്ലാം മൊത്തത്തിൽ പൊളിയായിരുന്നു. കഥ പറയാനുള്ള വീണ്ടും അറിയാണ്ട് കഥ വായിന്ന് പുറത്തിട്ട് പോലെ. ബട്ട്
പടം പൊളി, എല്ലാവരും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് മൂവി. ഡെഫിനറ്റ്ലി വാച്ച്. ആവേശം. Let's go home. So guys, that's it for today's video. And ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇന്നത്തെ മൂവി നൈറ്റ് അടിപൊളിയായിരുന്നു. പൊളിച്ചിടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കിട്ടുക്കം പടം. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ പോയി തന്നെ കാണുക. നമ്മൾ TV കണ്ട ഈ ഒരു ഫീൽ കിട്ടില്ല. ഫൈറ്റ് സീൻസ് സിനിമയിലൊക്കെ ഫൈറ്റ് സീൻസ് ആര് ചെയ്യണം? തല്ലുമാല മുതൽ ഫൈറ്റ് സീൻസ് ഒക്കെ പൊളിയാ. തല്ലുമാലയുടെ ഫൈറ്റ് സീൻസ് ഒക്കെ അതിനുശേഷം ഫൈറ്റ് സീൻസ് മൊത്തത്തിൽ അടിപൊളിയാണ്. വേറെ ലെവലിൽ എത്തിച്ചു. Okay, that's it for this video. I'm winding up. കുറേ ആയി വീഡിയോയിൽ കുറേ നേരമായിരുന്നു നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവും. പക്ഷേ still like just winding up this video and we'll catch you up in next one. So till then, see you guys later. എടാ മോനെ